അവരിപ്പം നിലവിൽ 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം കൂടി ഉംറക്ക് പോയിട്ട് വന്നേ, മൊത്തം 7 ഉംറയും ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ഉംറയൊക്കെ നന്നായിട്ട് ചെയ്ത ആളാ. എപ്പോഴും കയ്യിൽ സദാസമയം തസ്ബീഹ്മാല ഉണ്ടാവും, ദിക്റും സ്വലാത്തും ദുആ മജ്ലിസും വഅദിലൊന്നും ഒരു കുറവുമില്ല. പക്ഷെ വീട്ടിൽ വരുന്ന പെൺകുട്ടികളെ ഒരു നിലക്കും പൊറുപ്പിക്കൂല. എൻ്റെ വീഡിയോ ഒരുപക്ഷെ ഈ ഉമ്മ കൂടി കാണുകയാണ്, അല്ലെങ്കിൽ ഉമ്മമാര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മരുമക്കളെ സഹിക്കാൻ കഴിയത്തില്ല എങ്കിൽ, നിങ്ങളുടെ മക്കൾ സ്വന്തം പെൺമക്കളല്ലാത്ത ഒരു പെൺമക്കളെയും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ വലിയ ചൂരൽക്കൊട്ട ഉണ്ടാവും, അത് മേടിച്ചിട്ട് ആൺമക്കളെ അതിനടിയിലോട്ട് കയറ്റുക, എന്നിട്ട് 4 കോഴിമുട്ട അതിൻ്റെ അടി വെച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ വിരിയും. അപ്പൊ അവർക്ക് പേരക്കുട്ടിയുടെ പ്രശ്നമൊന്നും വരത്തില്ല, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങനെ നിങ്ങൾ വളർത്തുക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാരെ, നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ പെണ്ണ് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനവന്റെ ഭാര്യനെ ഊട്ടിയിലും കൊണ്ടുപോകും, കൊടൈക്കനാലും കൊണ്ടുപോകും, മൂന്നാറും കൊണ്ടുപോകും, പാർക്കിലും കൊണ്ടുപോകും, ബീച്ചിലും കൊണ്ടുപോകും. ആ വരുന്ന പെൺകുട്ടിക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്നേ. 24 മണിക്കൂറും ഈ തുണി എരുമ്പുക, അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുക, ഇത് മാത്രമാണ്. എന്താ ഇവർ പല അടിമകൾ വല്ലതാണ്? അത് വീട്ടിലെ വാഷിംഗ് മെഷീൻ. ഈ അടുക്കളയിലെ തീച്ചൂടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിനിടയിൽ ഒരല്പം വിശ്രമവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് പുറത്തു പോകുന്നത്. സത്യത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ പേരക്കുട്ടികളുണ്ടല്ലോ, അവരുടെ ആഗ്രഹത്തെ മാനിച്ചിട്ടാണ് ഈ പോകുന്നത്. കാരണം അവരുടെ കൂട്ടുകാരികളും ഒക്കെ ആയ അവരുടെ സൗഹൃദ വലയത്തിലുള്ളവരൊക്കെ പുറത്തു പോവുകയും വാപ്പമ്മമാരെയൊക്കെ ആയിട്ട് കളിച്ചിരിയും, അവര് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി, അതുപോലെ തന്നെ അവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നതൊക്കെ അവര് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ചെറുകിടാങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി പോകുന്ന അവര് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പോന്ത ഇങ്ങനെ വീർപ്പിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ വന്നവന്റെ പ്രയാസം അത് തന്നെ. അവൻ ഒരേ ഒരു പ്രശ്നമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവളെയും കൊണ്ട് ഉടുത്തൊരുങ്ങി പുറത്തു പോകാൻ പാടില്ല. അവളെ 24 മണിക്കൂർ വീട്ടിൽ തന്നെ ഇരുത്തും. ഞാനിങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടെടുത്തോളാൻ പറയാണ്. ഇത്തരം കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ 2, 3 ഹജ്ജും ഉംറയൊക്കെ ചെയ്തവരാ, സാധാരണക്കാരല്ല. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇത്തരം കേസുകളിൽ അധികവും അത്യാവശ്യം തഹജ്ജുദും ദുഹായും ഹജ്ജും ഉംറയൊക്കെ ഉള്ളവരാ. നിങ്ങൾ എന്തിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? എന്ത് കൂലി കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞെന്താ, ഒരാൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ 4 പേരുടെ തൃപ്തി വേണം. 1 മാതാപിതാക്കളുടെ, 2ാമത് ഗുരുനാഥന്റെ, 3ാമത്തെ അയൽവാസിയുടെ, 4ാമത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന തൃപ്തി ഉണ്ട്. അറിയോ? പ്രവർത്തന പരിചയം. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കുടുംബത്തിനിടയിൽ ജീവിക്കുമ്പം മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ദ്രോഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ തൃപ്തി ഇല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ പടച്ച നമ്പുരാനും രക്ഷപ്പെടത്തില്ല. എന്ത് വലിയ ദിക്റും സ്വലാത്ത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മുഫ്ലിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അറിയോ? എല്ലാം നഷ്ടപ്പെട്ടവൻ, കണ്ടമാനം സുഹൃതങ്ങൾ ചെയ്തവനാണ്. പക്ഷേ അവന്റെ ജീവിതകാലത്ത് ഒരുപാട് മനുഷ്യരെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ. അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് വരുമ്പോൾ ഇതെല്ലാം പടച്ചവൻ തിരസ്കരിക്കും. അങ്ങനെ